കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രിയാണ് വരാൻ പോകുന്നത്. 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി 1201 കന്നിമാസം 6-ാം തീയതി തിങ്കളാഴ്ച നവരാത്രി വ്രതം ആരംഭിക്കുന്നു. 2025 ഒക്ടോബർ മാസം 2-ാം തീയതി കന്നിമാസം 16-ാം തീയതി നമ്മൾ വിജയദശമിയായി ആചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അശ്വിന മാസത്തിലെ നവരാത്രിയാണ്. ഈ നവരാത്രിക്ക് പറയുന്ന പേര് ശാരദീയ നവരാത്രി എന്നാണ്. 9 രാത്രികളും 10 പകലുകളിലുമായി നമ്മൾ ദുർഗാദേവിയുടെ 9 രൂപങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ ഈ 9 രൂപങ്ങളെ നവദുർഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ദിവസം 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം ശൈലപുത്രി. ശൈലപുത്രി രൂപത്തിലാണ് ഭഗവതിയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഭഗവതിയുടെ രൂപം എന്താണ്? നന്ദി ഭഗവാൻ എന്ന വൃഷഭത്തിൻ്റെ മുകളിൽ ആരൂഢയായിരിക്കുന്ന ഭഗവതിയാണ് ശൈലപുത്രി. അങ്ങനെ നന്ദി ഭഗവാന്റെ മുകളിൽ ആരൂഢയായിരിക്കുന്ന ഭഗവതിയുടെ കയ്യിൽ ഒരു കയ്യിൽ എന്തുണ്ട്? ത്രിശൂലമുണ്ട്, മറുകൈയിൽ താമരയുമുണ്ട്. അതാണ് ഭഗവതിയുടെ രൂപം. ആരാണ് ശൈലപുത്രി? അത് നമുക്ക് അവസാനം കഥാരൂപത്തിൽ പറയാം. ചന്ദ്രഭഗവാനാണ്, അതായത് ചന്ദ്രഗ്രഹത്തിനെ ഭരിക്കുന്ന ഭഗവതിയാണ് ശൈലപുത്രി. അതായത് ചന്ദ്രദശയിൽ ഇപ്പോൾ ചന്ദ്രദശാകാലം അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ ജാതകത്തിൽ ചന്ദ്രൻ ദോഷഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ, തൊഴിൽ സംബന്ധമായി ബുദ്ധിമുട്ടുള്ള ആളുകൾ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്, പക്ഷേ ആ പ്രതീക്ഷയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിക്കുന്നു. തൊഴിൽപരമായ ഉയർച്ച, അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ, ഇങ്ങനെയൊക്കെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, തൊഴിലന്വേഷകർ, അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ എഴുതിയിട്ട് അതിൽ ജയിക്കുമോ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഭഗവതിയുടെ രൂപമാണ് ശൈലപുത്രി രൂപം. ചന്ദ്രഗ്രഹത്തിനെ ഭരിക്കുന്ന ദേവതയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രഭഗവാന്റെ എന്തെങ്കിലും ദോഷം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചന്ദ്രഗ്രഹത്തിൻ്റെ ദോഷം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ചന്ദ്രദശയിൽ ജീവിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ രൂപത്തിൽ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അന്നേ ദിവസം ഭഗവതിയെ അർച്ചന ചെയ്യേണ്ടുന്ന പുഷ്പം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പൂവാണ്. അന്നേ ദിവസം ഭഗവതിയെ മുല്ലപ്പൂക്കൾ കൊണ്ട് ആരാധിക്കണം. ഇനി നിങ്ങൾക്ക് അന്നേ ദിവസം ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഭഗവതിക്ക് മുല്ലപ്പൂക്കൾ സമർപ്പിക്കുക. വീട്ടിലാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മുല്ലപ്പൂക്കൾ കൊണ്ട് ഭഗവതിക്ക് മാല കെട്ടി സമർപ്പിക്കുക. മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. അന്നേ ദിവസം ഭഗവതിയെ അർച്ചന ചെയ്യേണ്ടുന്ന, പ്രാർത്ഥിക്കേണ്ടുന്ന പുഷ്പമെന്ന് പറയുന്നത് മുല്ലപ്പൂവ്. അന്നേ ദിവസം ഭഗവതിക്ക് പ്രസാദമായി സമർപ്പിക്കേണ്ടത് ശുദ്ധമായ നെയ്യാണ്. അത് കഴിയുന്നതും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന 1 സ്പൂൺ നെയ്യായാലും മതി. ആ നെയ്യാണ് അന്നേ ദിവസം ഭഗവതിക്ക് സമർപ്പിക്കേണ്ടത്. ഒന്നുകിൽ നിങ്ങൾ നെയ്യായി തന്നെ സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് സമർപ്പിക്കുക, അതല്ലെങ്കിൽ നെയ്യ് ചേർത്ത എന്തെങ്കിലും ഒരു പലഹാരം. ആ നെയ്യ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠം. അല്ലെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു സ്ഥലത്തു നിന്നും മേടിക്കുന്ന നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഭഗവതിക്ക്
പ്രസാദമായി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി സമർപ്പിക്കുന്നെങ്കിൽ നെയ്യ് കൊണ്ടുള്ള പലഹാരങ്ങൾ സമർപ്പിക്കുക. അതല്ലെങ്കിൽ ശുദ്ധമായ നെയ്യായിട്ട് മാത്രമായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുക. ഇനി അന്നേ ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന നിറം എന്ന് പറയുന്നത് വെള്ള നിറമാണ്. സാധാരണ അന്നേ ദിവസം, അതായത് നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസം, ഭക്തരെല്ലാവരും തന്നെ വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അങ്ങനെ ധരിക്കുന്നതിന് പറയുന്ന ഒരു കാരണമെന്ന് പറയുന്നത് വെള്ള നിറം പരിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും നിറമാണ് എന്നാണ് പറയുന്നത്. ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും സമാധാനവും സ്വസ്ഥവുമായ സുരക്ഷിതവുമായ ഒരു ജീവിതം ഭഗവതിയുടെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതിന് വേണ്ടി ദേവീ ഭക്തർ അന്നേ ദിവസം വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അന്നേ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. ഇനി എങ്ങനെയാണ് ഭഗവതിയെ പൂജിക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? സാധാരണ തമിഴ് ബ്രാഹ്മണർ അവർ വളരെ കൃത്യമായി ബൊമ്മക്കൊലു അതൊക്കെ വെച്ച് കൃത്യമായി അവരുടെ ആചാരങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. അതല്ലാത്ത ആളുകളുണ്ട്. അവർ ചെയ്യേണ്ടുന്ന കാര്യം, നമ്മൾ രാവിലെ കുളിച്ച് തലേ ദിവസം തന്നെ നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ഒന്നാമത്തെ ദിവസം കുളിച്ച് ശുദ്ധമായി നമ്മുടെ പൂജാമുറിയെല്ലാം നമ്മൾ വൃത്തിയാക്കി, നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ പൂജാമുറിയെല്ലാം വൃത്തിയാക്കി വെക്കണം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് നല്ല ഭംഗിയാക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ 5 തിരിയിട്ട് നെയ്വിളക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ നെയ്വിളക്ക് തെളിയിക്കുക. അതിനുശേഷം മുല്ലപ്പൂക്കൾ ഭഗവതിക്ക് സമർപ്പിക്കുക. നെയ്യ് കൊണ്ടുള്ള പലഹാരങ്ങൾ അത് ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ സമർപ്പിക്കാം, അതല്ലെങ്കിൽ വൈകുന്നേരം സമർപ്പിക്കാം. വൈകുന്നേരമാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം സമർപ്പിക്കുക. രാവിലെ ആണെങ്കിൽ രാവിലെ സമർപ്പിക്കുക. അതല്ല 2 നേരവും ചെയ്യുന്നുണ്ടെങ്കിൽ 2 നേരവും ചെയ്യുക. എന്തായാലും വിളക്ക് തെളിയിക്കുന്നത് രാവിലെയും വൈകുന്നേരവും തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഐശ്വര്യദായകമാണ്. രാവിലെ നമ്മൾ വിളക്കൊക്കെ തെളിയിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ശൈലപുത്രി ദേവിയുടെ നാമങ്ങൾ ജപിക്കണം. ആ നാമങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എഴുതി കാണിക്കാം. ആ നാമങ്ങൾ നിങ്ങൾക്ക് 9 തവണ ജപിക്കാം, അതല്ലെങ്കിൽ 18 തവണ ജപിക്കാം, 21 തവണ ജപിക്കാം, 108 തവണ ജപിക്കാം, 1008 തവണ ജപിക്കാം. എത്ര സമയം ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും സമയം നിങ്ങൾക്ക് ജപിക്കാം. ഇതുകൂടാതെ ഭഗവതിയുടെ എന്തൊക്കെ നാമങ്ങൾ നിങ്ങൾക്കറിയാമോ അതൊക്കെ ജപിക്കാം. അതിനു മുമ്പായിട്ട് ആദ്യം എന്ത് ചെയ്യണം? വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം പിന്നീട് ശൈലപുത്രി രൂപത്തിൽ നിങ്ങൾക്ക് ഭഗവതിയെ പ്രാർത്ഥിക്കാം. ലളിതാ സഹസ്രനാമം ജപിക്കാം, ദേവീ മഹാത്മ്യം വായിക്കാം. അതുപോലെ തന്നെ അതിനും സാധിക്കുന്നില്ലെങ്കിൽ ദുർഗാ സപ്തശ്ലോകി അത് നിങ്ങൾക്ക് ജപിക്കാം. ഒന്നുമില്ലെങ്കിൽ ഓം ശൈലപുത്രേ നമ അങ്ങനെയെങ്കിലും പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വൈകുന്നേരവും ഇതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഭഗവതിക്ക് വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യുക. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പ്രസാദമായി നെയ്യാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം ശൈലപുത്രി രൂപം. അതുപോലെ മുല്ലപ്പൂക്കൾ കൊണ്ട് ഭഗവതിക്ക് അർച്ചനകൾ ചെയ്യുക, മുല്ലപ്പൂക്കൾ സമർപ്പിക്കുക. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പ്രാർത്ഥനാ സമയത്ത് വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ശ്രേഷ്ഠം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആരാണ് ശൈലപുത്രി? സാക്ഷാൽ പാർവതീ ദേവിയാണ് ശൈലപുത്രി. നമുക്കറിയാം മഹാദേവൻ വിവാഹം കഴിച്ചത് ആരെയാണ്? സതീദേവിയെയാണ്. ദക്ഷൻ്റെ പുത്രിയായ സതിയെയാണ് ഭഗവാൻ വിവാഹം കഴിച്ചത്. ദക്ഷൻ യാഗം നടത്തുന്ന സമയത്ത് ഭഗവാന്റെ അനുവാദമില്ലാതെയാണ് ആര് പോകുന്നത്? അച്ഛൻ്റെ അടുത്തേക്ക് സതീദേവി പോകുന്നത്. അവിടെ വെച്ച് സതീദേവി അപമാനിതയാകുന്നു. നമുക്ക് പിന്നെ അറിയാൻ സാധിക്കുന്നത് ആ അപമാനഭാരത്താൽ സതീദേവി തൻ്റെ സ്ഥൂല ശരീരം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക്, അതായത്
ഇവിടെ ദേവി അപമാനിതയാകുന്നു. പിന്നീട് സ്ഥൂല ശരീരം അത് ഉപേക്ഷിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. സദാ മഞ്ഞു മൂടിക്കിടക്കുകയാണ് അവിടെ കൈലാസം. അവിടെ ശ്രീ പരമേശ്വരൻ എന്തു ചെയ്യുന്നു? ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് മഹാദേവി എത്തിച്ചേരുന്നത്. മഹാദേവി എത്തിച്ചേർന്നിട്ട് ഭഗവാനെ പൂജിക്കുന്നു. രാവിലെയും വൈകുന്നേരവും മാത്രമാണ് ഭഗവതിക്ക് ഭഗവാന്റെ പാദപൂജ ചെയ്യുവാനുള്ള അവകാശം. ആ സമയത്താണ് ഭഗവതി ശങ്കരി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്തോ പറയണം എന്ന രീതിയിൽ തൊഴുതുമാറി നിൽക്കുന്നു. സാധാരണ സന്ധ്യയ്ക്കും രാവിലെയും മാത്രമാണ് ഭഗവതി അങ്ങനെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ വരാറില്ല. ഭഗവാൻ അത്ഭുതപ്പെട്ടു, എന്തിനാണ് ഭഗവതി ശങ്കരി ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ ഭഗവതിയെ നോക്കുകയാണ്. ആ സമയത്ത് ഭഗവതി ഭഗവാനോട് പറയുന്നു, അല്ലയോ മഹാദേവ, അനവധി ദിവസങ്ങളായി അങ്ങയോട് ചില കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്കത് പറയാൻ സാധിച്ചില്ല. ഇപ്പോഴെങ്കിലും എനിക്കത് പറയണം. അങ്ങ് അത് പറയുവാൻ എനിക്ക് അനുവാദം തരണം. ഭഗവാൻ പറഞ്ഞുകൊള്ളാൻ പറയുന്നു. അപ്പോൾ ഭഗവതി വീണ്ടും പറയുകയാണ്, അങ്ങയെ ധിക്കരിക്കുകയും അപമാനിക്കുകയും ചെയ്ത ദക്ഷ പ്രജാപതിയുടെ മകളാണ് ഞാൻ. ഒരു സമയം അങ്ങയുടെ വാക്കിനെ ഞാൻ പോലും ധിക്കരിച്ചു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപമാനിതയായി ജീവിക്കുന്നതിന് എനിക്ക് ഒരു താല്പര്യവുമില്ല. എങ്ങനെയെങ്കിലും ഈ ദുഷ്പേരിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കണം. അതിന് അങ്ങെന്നെ അനുഗ്രഹിക്കണം. ഈ ദുഷ്പേരിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കണമെന്ന് ഭഗവതി ഭഗവാനോട് പറയുന്നു. തൻ്റെ പ്രിയതമയുടെ വാക്കുകൾ ഭഗവാന് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവതിയോട് പറയുകയാണ്, അല്ലയോ മഹാദേവി, അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? പർവ്വതരാജനായ ഹിമവാൻ ദേവിയെ പുത്രിയായി ലഭിക്കുന്നതിനായി കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവിടുത്തേക്ക് അറിവുള്ളതല്ലേ? പരമസ്വാത്വികനും ഭക്തനുമായ ഹിമവാന്റെ പുത്രിയായി ഭവതി ജനിക്കട്ടെ എന്ന് നാം അനുഗ്രഹിക്കുന്നു. പിന്നീട് മായാമോചിതയായി തപസ്സനുഷ്ഠിച്ച് യഥാകാലം നമ്മുടെ സമീപത്ത് അവിടുന്ന് വന്നു ചേരുകയും ചെയ്യും. അതിനെല്ലാം ഇടവരട്ടെ എന്ന് നാം ഭഗവതിയെ ദേവിയെ അനുഗ്രഹിക്കുന്നു എന്ന് ഭഗവാൻ ഭഗവതിയോട് പറയുന്നു. ഭഗവാന്റെ വാക്കുകൾ കേട്ട് ഏതോ നിർവൃതിയിൽ ലയിച്ചതുപോലെ തൊഴുകൈകളുമായി നിന്ന ദേവി അഗ്നിയെ ധ്യാനിച്ച് പ്രസാദിപ്പിച്ചു. നിമിഷങ്ങൾക്കകം ആ സ്ഥൂല ശരീരം കത്തിജ്വലിച്ച് ഒരു പിടി ചാരമായി തീരുകയും ചെയ്തു. മഹാമായയുടെ ഈ അവതാര ലീലകൾക്ക് സാക്ഷിയായ പ്രകൃതി കണ്ണുപോലും അടയ്ക്കാതെ ഈ കാഴ്ച കണ്ടുനിന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ചില കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ ത്രികാലജ്ഞാനിയായ ഭഗവാന് എല്ലാം അറിയാം. ചില കാര്യങ്ങൾ സംഭവിക്കണം. അതായത് ദക്ഷന് ചില ശിക്ഷകൾ കൊടുക്കണം, ദക്ഷൻ്റെ അഹങ്കാരം തീർക്കണം. അതിനുവേണ്ടി ഭഗവാൻ ചില മായാലീലകൾ അവിടെ ആടി എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഭഗവാൻ എന്തു ചെയ്യുകയാണ്? കണ്ണുകൾ പൂട്ടി, നിസ്സംഗതയോടുകൂടി കണ്ണുകൾ പൂട്ടി കൊടും തപസ് ആരംഭിക്കുന്നു. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഹിമാലയം. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഹിമാലയം. അങ്ങനെയുള്ള ആ ഹിമാലയ സാനുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പത്മതീർത്ഥക്കരയിൽ അസാധാരണമായ ഇച്ഛാശക്തിയോടുകൂടി സാക്ഷാൽ പരമ്പൊരുളായ മഹാദേവിയെ തന്നെ തനിക്ക് പുത്രിയായി ലഭിക്കണം എന്ന് ധ്യാനിച്ചുകൊണ്ട്
ആരിയ്ക്കുന്നു? പർവ്വതരാജനായ ഹിമവാൻ ഇരിക്കുന്നു. അനേക വർഷത്തെ കൊടും തപസ്സിനൊടുവിൽ ഒരു നാൾ കൺതുറന്ന ഹിമവാൻ തനിക്ക് മുമ്പിൽ കണ്ട ദിവ്യമായ കാഴ്ചയിൽ മയങ്ങിപ്പോവുകയാണ്. എന്താണ് കാണുന്നത്? സ്ഫടികതുല്യം തെളിനീർ വഹിച്ചൊഴുകുന്ന ആ നദിയുടെ മധ്യത്തിൽ 1008 ഇതളുകളോടു കൂടിയ ഒരു താമര ഹിമവാൻ കാണുന്നു. അതിൽ ഉദിച്ചുയരുന്ന സൂര്യദേവനെ പോലെ തേജസ്സുള്ള ഒരു സുന്ദര ശിശുരൂപം. ഹിമവാന് മനസ്സിലാകുന്നു, തൻ്റെ തപസ്സിന് ഫലം കണ്ടിരിക്കുന്നു. ലോകമാതാവായ മഹാദേവി ഒരു പൈതലിൻ്റെ രൂപത്തിൽ തനിക്ക് മുമ്പിൽ അവതരിച്ചിരിക്കുന്നു എന്ന് ഹിമവാന് മനസ്സിലാകുന്നു. അങ്ങനെ മഹാദേവി തനിക്ക് പുത്രിയായി ലഭിച്ചിരിക്കുന്നു. പുത്രീഭാവത്തിൽ തൻ്റെ അടുത്തേക്ക് ഭഗവതി എത്തിയിരിക്കുന്നു എന്ന് ഹിമവാന് മനസ്സിലാവുകയും ആ അസാധാരണമായ ഭാഗ്യത്തിൽ ഹിമവാൻ സന്തോഷവാനാവുകയും അനുഗ്രഹീതനാവുകയും ചെയ്തിരിക്കുന്നു. അതോടുകൂടി തപസ് അവസാനിപ്പിച്ച് ശിശുവിനെയും മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് പർവ്വതരാജൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുന്നു. വർഷങ്ങളുടെ വിരഹത്തിനൊടുവിൽ തൻ്റെ ഇച്ഛാപൂർത്തിയുടെ പ്രതീകമായി ഒരു ശിശുവിനെയും കൈകളിലേന്തി ഉത്സാഹത്തോടുകൂടി നടന്നു വരുന്ന ഭർത്താവിനെ കാണുകയാണ് ആര്? മേനാദേവി. മേനാദേവിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ വിറകയ്യോടുകൂടി മേനാദേവി ഏറ്റുവാങ്ങുന്നു. അങ്ങനെ കുഞ്ഞിനെ പത്നിയെ ഏൽപ്പിച്ചുകൊണ്ട് ഹിമവാൻ പറയുകയാണ്, ദേവി, ഈ ശിശു സാക്ഷാൽ ശ്രീ പരമേശ്വരിയുടെ അവതാരമാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കൈവന്നിരിക്കുന്ന സൗഭാഗ്യമാണ്. നമ്മുടെ ദീർഘകാലത്തെ തപസ്സിൻ്റെ സാക്ഷാത്കാരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് ഹിമവാൻ മേനാദേവിയോട് പറയുന്നു. മേനാദേവിയുടെ കണ്ണുകൾ സന്തോഷത്തോടുകൂടി നിറഞ്ഞ് ഒഴുകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കുഞ്ഞിനെ ഒരു രാജകുമാരിയെ പോലെ വളർത്തുന്നു. അങ്ങനെ പർവ്വതരാജൻ്റെ പുത്രിയായതിനാൽ ആ കുഞ്ഞിന് പാർവതി എന്ന പേര് ലഭിക്കുന്നു. ശൈലം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പർവ്വതം. ശൈലത്തിൻ്റെ പുത്രി എന്ന നിലയിൽ ശൈലപുത്രി എന്ന് ഭഗവതിയെ വിളിക്കുന്നു. അപ്പോൾ സാക്ഷാൽ ശ്രീ പരമേശ്വരിയാണ് ആര്? ശൈലപുത്രി. ഹിമവാന്റെ പുത്രി, പർവ്വതരാജൻ്റെ പുത്രി, ശ്രീ പരമേശ്വരി, അത് തന്നെയാണ് ശൈലപുത്രി. അപ്പോൾ ഭഗവതിയെ ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് ആ ബാല്യഭാവമാണ്. അതായത് ഹിമവാന്റെ പുത്രീ രൂപത്തിലിരിക്കുന്നു. ഭഗവാന്റെ മഹേശ്വരൻ്റെ ഭാര്യയായിട്ടില്ല. ആ പുത്രീഭാവത്തിലിരിക്കുന്ന പർവ്വതരാജൻ്റെ മകളായി പുത്രീഭാവത്തിലിരിക്കുന്ന ഭഗവതിയെയാണ് ശൈലപുത്രി രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഭഗവാന്റെ ഭാര്യയായിട്ടില്ല, സ്കന്ദദേവൻ്റെ അമ്മയായിട്ടില്ല, ആ ഹിമവാന്റെ പുത്രീ രൂപമാണ് എന്ന് ഓർക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പൂർണ്ണമായ വെജിറ്റേറിയൻ ഭക്ഷണം ശീലമാക്കുക. അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, അതായത് നവരാത്രി വ്രതം തുടങ്ങുന്ന ദിവസങ്ങൾ മുതൽ പൂജ എടുക്കുന്ന ആ ദിവസം വരെ പൂർണ്ണമായ വെജിറ്റേറിയൻ ഭക്ഷണം ശീലമാക്കി ഭഗവതിയെ പ്രാർത്ഥിച്ചിരിക്കുന്നത് സർവ്വവിധ ഐശ്വര്യങ്ങളും കൊണ്ടുത്തരും. പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല വ്രതമുള്ളത്, വീട്ടിലുള്ള എല്ലാവർക്കും വ്രതമുണ്ട്. എടുക്കുന്നവരെടുക്കട്ടെ, എടുക്കാത്തവർ എടുക്കണ്ട. ഇനി സാധാരണ ആളുകൾക്കുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പറയും നമുക്ക് വ്രതമാണ്, പക്ഷെ വീട്ടിലുള്ള മറ്റാണുങ്ങളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ മറ്റാളുകളുണ്ടെങ്കിലോ അവർക്കൊക്കെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നിർബന്ധമായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വ്രതമെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിക്കേണ്ട, അവർക്കത് വെച്ചു കൊടുത്തോളൂ. അത് ഉപ്പ് നോക്കാനോ അത് കഴിക്കാനോ നിങ്ങൾ പോകണ്ട. വെച്ചു കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. അത് നമ്മുടെ ധർമ്മമാണ്. വീട്ടിലുള്ളവരെ നോക്കുക എന്നുള്ളത് എന്താണ്? നമ്മുടെ
ധർമ്മമാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ എന്തു പൂജ ചെയ്തുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. പക്ഷേ കാലക്രമേണ അവരും നമ്മുടെ വഴിയെ സഞ്ചരിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും മാറ്റമുണ്ടാകും. എല്ലാവരും ഇതുപോലുള്ള പൂജകളിൽ പങ്കെടുക്കുകയും ഭഗവാന്റെയും ഭഗവതിയുടെയും നാമത്തിൽ ജീവിക്കുകയും ചെയ്യും. കാലക്രമേണ നമ്മളിപ്പോൾ അവരെ കാണിച്ചു കൊടുക്കുകയാണ്. അവരോട് വഴക്കുണ്ടാക്കാനോ ഒന്നും പോകരുത്. നവരാത്രിയാണ്, എനിക്ക് വ്രതമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിത് വെച്ച് തരില്ല എന്നൊന്നും പറയരുത്. അവർക്ക് വെച്ച് കൊടുത്തോളൂ, അവർ കഴിക്കട്ടെ. നിങ്ങളത് കഴിക്കണ്ട. നിങ്ങളത് കഴിക്കാതെ നിങ്ങൾ എന്തു ചെയ്യുക? വ്രതമെടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. അക്കാര്യമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇനി എങ്ങനെ വ്രതം എടുക്കണം എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരു നേരം ഏതെങ്കിലും ഒരു പഴവർഗ്ഗം അത് മാത്രമേ കഴിക്കൂ. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആളുകൾ അത്രയും മാനസികമായും ശാരീരികമായും കരുത്തുള്ളവരല്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു നേരം എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ ജോലിക്ക് പോകുന്നു, അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും, ഗ്യാസ് ഉണ്ടാകും, മരുന്ന് കഴിക്കുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്രതം ക്രമീകരിക്കുക. ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, നോൺ വെജ് ഒഴിവാക്കുക. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഒന്നുകിൽ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുക, ബാക്കി 2 നേരവും നിങ്ങൾ ഒന്നുകിൽ പഴവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധാന്യങ്ങളോ കഴിക്കുക. നിങ്ങൾ തന്നെ തീരുമാനിക്കുക, എങ്ങനെ എനിക്ക് വ്രതം എടുക്കാൻ സാധിക്കും, അത് നിങ്ങൾ തീരുമാനിക്കുക. അതല്ല ഞാൻ 3 നേരവും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് സാധിക്കണം. അസുഖമൊന്നും വരുത്തി വെക്കരുത്, നമ്മുടെ BP കുറയുന്ന അവസ്ഥയിലേക്കൊന്നും പോകരുത്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ആഹാരകാര്യത്തിൽ ഒരു നിയന്ത്രണം വരുത്തി ഈ ദിവസങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളും കുറയും. പ്രഷർ, ഷുഗർ, ഇങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങൾക്കും, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും എന്തുണ്ടാകും? സ്ഥിരമായി വ്രതമൊക്കെ എടുത്തു കഴിയുമ്പം മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് എങ്ങനെ വ്രതമെടുക്കണം, ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ എങ്ങനെയാണ് വ്രതമെടുക്കാൻ പോകുന്നത്, ഏതു ഭക്ഷണ പദാർത്ഥമാണ് ഞാൻ ഒഴിവാക്കുന്നത്, അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം, ഞാൻ ഉഴുന്ന് കഴിക്കുന്നില്ല, അതല്ലെങ്കിൽ ഞാൻ സോയാബീൻ കഴിക്കുന്നില്ല, ഞാൻ ചെറുപയർ ഇത്രയും ദിവസത്തേക്ക് ഉപേക്ഷിക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വ്രതമെടുക്കാം. നോൺ വെജ് അതെന്തായാലും നിങ്ങൾ കഴിക്കാതിരിക്കുക. പരമാവധി നോൺ വെജിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുകയും നാമജപങ്ങൾ കേൾക്കുകയും സത്സംഗങ്ങൾ കേൾക്കുകയും കഥകൾ കേൾക്കുകയും കഥകൾ വായിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനിലേക്ക്, ഭഗവതിയിലേക്ക് നമ്മൾ അടുക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുത്തരും. നാമജപം ചെയ്യുന്ന മനുഷ്യർക്ക്, അതായത് ഭക്തിയോടുകൂടി നാമജപം ചെയ്യുന്ന മനുഷ്യർക്ക്, ഭഗവാനോട് ചേർന്നിരിക്കുന്ന മനുഷ്യർക്ക്, ഭഗവതിയോട് ചേർന്നിരിക്കുന്ന മനുഷ്യർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. അക്കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർത്തുകൊള്ളുക. ഇനിയൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളൊരു വ്രതമാണ്. ആ വ്രതത്തിൽ ഞാൻ ഇത്ര ദിവസം വ്രതമാണ്, അത്രയും ദിവസം ഞാൻ കൂടുതൽ സമയം നാമം ജപിക്കും. മറ്റുള്ള ആരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല, ഞാൻ ദേഷ്യപ്പെടത്തില്ല, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഞാൻ കേൾക്കില്ല, ഞാൻ പറയില്ല. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വ്രതമെടുത്താൽ മാത്രമേ എന്തു ചെയ്യുകയുള്ളൂ? നന്മയുണ്ടാവുകയുള്ളൂ, നമ്മുടെ വ്രതത്തിന് പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് ദിവസം നിങ്ങൾ അങ്ങനെ ഒന്ന് ശീലിക്കൂ. നിർബന്ധമായിട്ടും ഞാൻ ദേഷ്യപ്പെടത്തില്ല, എന്നോട് ആരെന്ത് വന്ന് പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടത്തില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കും, പക്ഷേ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മളോട് വഴക്കുണ്ടാക്കാൻ ധാരാളം ആളുകൾ വരും. നമ്മളെ അങ്ങ് മനഃപൂർവ്വം വഴക്കുണ്ടാക്കിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. അതെന്തിൻ്റെ കളിയാണ്? പിശാചിൻ്റെ കളിയാണ്. കാരണം ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? ഒരു നെഗറ്റീവും ഉണ്ടാകും. നമ്മൾ കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുന്നു എന്ന് തോന്നുമ്പോൾ ആര് പുറത്തേക്ക് വരും? പിശാചുക്കൾ പുറത്തേക്ക് വരും. അതായത് നെഗറ്റീവായിട്ടുള്ള ശക്തികൾ അത് പുറത്തേക്ക് വരും. കാരണം പോസിറ്റീവിനെ തടുക്കുന്നതിനായിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള ശക്തികൾ എന്ത് ചെയ്യും? പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് നമുക്ക് കോട്ടുവായിടാൻ തോന്നുന്നത്, നമ്മൾ എത്രയും പെട്ടെന്ന് നാമജപം പൂർത്തിയാക്കിയിട്ട് മുമ്പോട്ട് പോകണം എന്ന് തോന്നുന്നത്, നമ്മൾ ആകെ അസ്വസ്ഥമാകുന്നത് അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കോട്ടുവായൊന്നും വരുത്തുമില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തുമില്ല. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ പറ്റി ദുഷിക്കുന്ന സ്ഥലത്ത് ആരുണ്ടാകും?
പിശാചുക്കൾ ഉണ്ടാകും, നെഗറ്റീവ് ശക്തികൾ ഉണ്ടാകും. എന്നാൽ നാമജപം ചെയ്യുന്ന സ്ഥലത്ത് ആരുണ്ടാകും? ഭഗവാൻ ഉണ്ടാകും, പോസിറ്റീവ് ശക്തികൾ ഉണ്ടാകും. നെഗറ്റീവ് ശക്തികൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും പെട്ടെന്ന്, പക്ഷെ പെട്ടെന്ന് പോസിറ്റീവ് ശക്തികൾ ഭഗവാൻ നമ്മളിലേക്ക് വരില്ല. അപ്പം നെഗറ്റീവ് എപ്പോഴും എന്ത് ചെയ്യും? പിശാചുക്കൾ എപ്പോഴും ഈ കലിയുഗത്തിൽ ഭഗവാനെ നമ്മളിൽ നിന്നും അകറ്റാനായിട്ട് ശ്രമിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ നാമം ജപിക്കുക. നമ്മളോട് ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരാൻ തയ്യാറായിരിക്കുന്നു, നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാനായി തയ്യാറെടുത്തിരിക്കുന്നു, ഭഗവാനോട് ചേർന്നിരിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ അതിനെ തടയാനായി ദേ വരുന്നു നെഗറ്റീവ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവ്വം അതിനെ അവഗണിച്ചങ്ങ് വിടണം. കാരണം നെഗറ്റീവിനെയാണോ നമുക്ക് വേണ്ടത്, പോസിറ്റീവിനെയാണോ വേണ്ടത്, നമ്മൾ തന്നെ തീരുമാനിക്കുക. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, ഒരുപാട് നാമം ജപിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഒരുപാട് ക്ഷേത്ര ദർശനം നടത്തുന്ന ആളുകൾക്കുമൊക്കെ എപ്പോഴും ദുഃഖമാണ്, അവർക്ക് അടിക്കടി ദുരിതങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചിലർ പറയും. ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, കൃഷ്ണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്നും ദുഃഖമാണ് എന്ന്. ചിലർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകും. കാരണം എന്താണ്? അവർക്ക് പല ദുഃഖങ്ങളും ഭഗവാൻ കൊടുക്കുന്നുണ്ടാകും. ഒരു പക്ഷേ അവർ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അവർക്കതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു വലിയ കുഴിയിലേക്ക് ഒരു പക്ഷേ അവർ ചെന്ന് വീണേനെ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആളുകളാണ്, ഭഗവാന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് പാണ്ഡവര്. അവർക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? ഭഗവാനെ കൈവിട്ടില്ല. അവർ ഭഗവാനെ കൈവിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കാനിരുന്നത്? അവർക്ക് വലിയ അനർത്ഥങ്ങൾ ഉണ്ടായേനെ. നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഭഗവാനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ലഭിക്കുന്ന ദോഷങ്ങളല്ല. ഭഗവാനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഇത്ര മാത്രമേ നമുക്ക് ലഭിച്ചുള്ളൂ. പിന്നീട് ഭഗവാൻ നമ്മളെ എന്തു ചെയ്യും? ഭഗവാനെ നമ്മുടെ ദുരിത സമയത്ത് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ദുരിതകാലം കഴിയുമ്പോൾ ഭഗവാൻ നമ്മളെ ശരിയായ സ്ഥലത്ത് കൊണ്ടുവന്നാക്കും. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണോ, നമ്മുടെ കർമ്മം എന്താണോ, ശരിയായ കർമ്മത്തിലേക്ക്, ശരിയായ ജീവിത ലക്ഷ്യത്തിലേക്ക് വഴി തെറ്റിക്കാതെ ഭഗവാൻ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ നമ്മൾ നാമജപം ചെയ്യുമ്പോഴോ നമ്മൾ വ്രതങ്ങൾ എടുക്കുമ്പോഴോ നമ്മളോട് ആരെങ്കിലും തടസ്സപ്പെടുത്തുകയോ നമ്മളോട് ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ശരിയായ മാർഗത്തിലേക്ക് പോകാൻ പോകുന്നു. അതിനെ തടസ്സപ്പെടുത്തുന്നതിനായി നെഗറ്റീവ് ശക്തികൾ കളിക്കുന്നു. അത് മനസ്സിലാക്കി അതിനെ അവഗണിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയായ പാതയിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ള കാര്യം ഓർക്കുക. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ കാര്യം പറഞ്ഞത്. നാമജപം അത് ജീവിതത്തിൻ്റെ ശീലമാക്കുക. ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്ത ദിവസം നമുക്ക് രണ്ടാമത്തെ ദിവസം, നവരാത്രി രണ്ടാമത്തെ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ പറ്റി വിശദമായ വീഡിയോ ഞാൻ ഇട്ടുതരാം. ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന ആ നാമമാണ് നിങ്ങൾ ജപിക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.